മനസ്സിന് വന്ദനം. ഇന്ന് നവംബർ 1 കേരളപ്പിറവി ദിനം. ആദ്യമായി എല്ലാവർക്കും കേരളപ്പിറവി ദിനം ആശംസകൾ നേരുന്നു. 1956 നവംബർ മാസം 1-ാം തീയതിയാണ് കേരള സംസ്ഥാനം നിലവിൽ വന്നത്. കേരവൃക്ഷങ്ങൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ നാട്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന് ആ പേര് ലഭിച്ചത്. 5 ജില്ലകൾ മാത്രമുണ്ടായിരുന്ന നമ്മുടെ കൊച്ചു കേരളം ഇപ്പോൾ വൈവിധ്യമാർന്ന കലാ സംസ്കാരം കൊണ്ട് സമ്പന്നമായ 14 ജില്ലകളാണുള്ളത്. ഇന്ന് ഭാഷാടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം രൂപം കൊണ്ടിട്ട് 68 വർഷം പിന്നിടുമ്പോൾ ഈ കൊച്ചു സംസ്ഥാനം ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ ഒട്ടേറെ മേഖലകളിൽ രാജ്യത്തിൻ്റെ മുന്നിൽ അല്ല ലോകരാജ്യങ്ങളുടെ മുൻപിലും മാതൃകയായി നിൽക്കുന്നുവെന്ന് നമുക്ക് സന്തോഷത്തോടെ അതിലേറെ അഭിമാനത്തോടെ പറയാം. എന്നാൽ ഇന്ന് അതല്ല അവസ്ഥ. വർഷാവർഷം പ്രളയഭീതി, കാലാവസ്ഥ വ്യതിയാനം, മഹാമാരികൾ ഇതെല്ലാം കേരളത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളായി മാറി. വികസനത്തിനൊപ്പം നാട് മുന്നേറുമ്പോൾ നഷ്ടപ്പെടുന്നത് പ്രകൃതി കനിഞ്ഞരുളിയ വിഭവങ്ങളാണെന്ന് ആരും ഓർക്കുന്നില്ല. നാടോടുമ്പോൾ നടുവേ ഓടണം, എന്നാൽ നടുവൊടിഞ്ഞ് വീഴാതെ നോക്കുക. പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ പ്രകൃതി സൗഹാർദ്ദപരമായ വികസനത്തിന് മുൻതൂക്കം നൽകണം. പുഴയും മലയും കായലും കടലും എല്ലാമായി സമ്പന്നമാണ് നമ്മുടെ മലയാളക്കര. ആ സമ്പന്നത കാത്തു സൂക്ഷിക്കേണ്ടത് മലയാളികളാണ്. ഇന്ന് ഈ കേരളപ്പിറവി ദിനത്തിൽ നമുക്കൊരു പ്രതിജ്ഞയെടുക്കാം. പിറന്ന മണ്ണിനെ, വളർന്ന നാടിനെ, പൈതൃകത്തെ, സംസ്കാരത്തെ, മലയാള തനിമയെ നമുക്ക് സൂക്ഷിക്കാം. മറക്കാതിരിക്കാം നമുക്ക് മലയാള ഭാഷയെ, മറക്കാതിരിക്കാം നമുക്ക് മലയാള നാടിനെ. ഏവർക്കും സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദതയുടെയും കേരളപ്പിറവി ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.